നോമ്പുകാലം അവസാന ഘട്ടത്തിലായിരിക്കുന്നു. പ്രത്യേക വിഭവങ്ങളെല്ലാം നോമ്പുകാലത്തിൻ്റെ പ്രത്യേകതയാണ്. ചെന്നൈയിലെ ഒരു ഫുഡ് സ്ട്രീറ്റിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നോമ്പുകാലത്ത് മാത്രം ഉണ്ടാകുന്ന രുചിക്കൂട്ടുകളാണ് ഇവിടെ ഉള്ളത്. നല്ല രുചിയുള്ള ഭക്ഷണം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഈ സ്ട്രീറ്റിൽ മുഴുവൻ. നോമ്പ് തുറയ്ക്കാണ് ഈ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്കിലും ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഈ രുചി തേടി ഇവിടെ എത്തുന്നത്. ചെന്നൈയിലെ മണ്ണടി സ്ട്രീറ്റിലെ വിശേഷങ്ങൾ അറിയാം. ത്യാഗത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും നീണ്ട ഒരു മാസമാണ് കടന്നു പോകുന്നത്. പ്രഭാതം മുതൽ നോമ്പെടുക്കുന്നവർക്ക് നോമ്പു തുറയ്ക്കുള്ള എല്ലാം ഉണ്ടിവിടെ. അത് നാവിലൂറുന്ന രുചിയോടെ. കണ്ണിനൊപ്പം മനസ്സും വയറും നിറയ്ക്കുന്ന മണ്ണടിയിലെ തെരുവ്. ചിക്കനും മീനും ബീഫും മട്ടനും അങ്ങനെ നീളുന്നു വിഭവങ്ങൾ. കട്ട്ലറ്റും സമൂസയും റോളും ക്രിസ്പിയും അങ്ങനെ വിവിധ രൂപങ്ങളിൽ ഒരു സ്ട്രീറ്റ് നിറയെ. இது ஒன் மந்த் இந்த ஒரு மாதம் நோம்புக்கு மட்டும் ஸ்பெஷலாக இருக்குது. நிறைய பேர் காலேஜ் கஸ்டமர்ஸ் இந்த சாட்டர்டே சண்டே காலேஜ் குரூப் ஃபுல்லாக வந்துடும். ஃபுல்லாக அந்த மண்ணடி பஜார் ஃபுல்லாக கிரவுண்ட்ஸாக இருக்கும். നോമ്പ് ഐറ്റംസാണ് മെയിൻ. എല്ലാം പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്. അതിൻ്റെ ടേസ്റ്റാണ് ഇവിടെ ഒന്നുകൂടെ മെയിൻ ഫേമസ് ആക്കിയത്. നമ്മൾ ആൾ കൂടിക്കൊടുക്കുകയാണ്. ഈ കൊല്ലം ഒരുപാട് ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം തുറക്കുന്ന കടകളിലേക്ക് വൈകിട്ട് 4 മണിയാവുമ്പോഴേക്കും ആളുകളുടെ ഒഴുക്കാണ്. നോമ്പു തുറയ്ക്കായി പള്ളിയിൽ ബാങ്ക് മുഴങ്ങുന്നതോടെ കടകളെല്ലാം അടയ്ക്കും. ചെന്നൈയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മണ്ണടിയിലെ രുചി തേടിയെത്തുന്നവർ നിരവധി. என்னதான் இருக்கு இந்த ஸ்ட்ரீட்ல அப்படி டேஸ்ட் பண்ணலாம்னு சொல்லிட்டு தான் நாங்க வந்தோம். பட் நிறைய ஃபுட் எல்லாமே நம்மளால சாப்பிட முடியாது. பட் ஆனால் அந்த லைவ்லி அட்மாஸ்பியருக்காக நம்ம நம்மளுக்கு சாப்பிடணும்னு தோணுது. ஆக்சுவலி வரணும்னு அதுக்கு தான் தோணுது. മണ്ണടിയിലെ ഓരോ സ്ട്രീറ്റുകളിലും ഇത്തരം കടകൾ കാണാം. നോമ്പ് കാലത്തേക്കായി മാത്രമുള്ളവ. പെരുന്നാൾ കഴിയുന്നതോടെ കടകളെല്ലാം പോകും. പിന്നെ ഈ രുചിക്കൂട്ടുകൾക്കായി ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24.